നിങ്ങൾക്ക് റുപ്പിവൻ ചാനലിലൂടെ വരുന്ന വീഡിയോകൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നേരിട്ടുള്ള സംശയങ്ങൾ ആസ്ക് റുപ്പിവൻ സർവീസ് വഴി വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഈ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13 ചോദ്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുകയാണ്. വിനു എന്ന് പറയുന്ന പ്രേക്ഷകനാണ്, അദ്ദേഹത്തിൻ്റെ പേര് വിനു എന്നാണ് തോന്നുന്നു, അതോ വിൻറ്റു എന്നോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഒരു മ്യൂച്വൽ ഫണ്ട് റീഡീം ചെയ്ത് ക്യാഷ് ക്രെഡിറ്റ് ആവാൻ എത്ര ദിവസം എടുക്കും, ആ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത് ഡിമാറ്റ് അക്കൗണ്ടിലോ ബാങ്ക് അക്കൗണ്ടിലോ എന്നാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് സാധാരണഗതിയിൽ റീഡീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ക്രെഡിറ്റ് ആവുന്നതിന് 3 മുതൽ 5 വരെ ബിസിനസ് ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ് സാധാരണ കണക്ക്. പക്ഷേ അതേ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രത്യേക മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. സാധാരണ കമ്പനികളുടെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ചെറിയ ലാഭം മാത്രം തരുന്ന ചെറിയ കാലത്തേക്ക് നിക്ഷേപിക്കുന്ന ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന സംവിധാനമുണ്ട്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ 3 മുതൽ 5 വരെ ബിസിനസ് ദിവസങ്ങൾ കഴിഞ്ഞ് അതിനുള്ളിലാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരിക, ഡിമാറ്റ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ബാലൻസ് എല്ലാം റിഫ്ലക്റ്റ് ആവുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണോ പണം പിൻവലിച്ചിട്ടുള്ളത്, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പിൻവലിച്ചിട്ടുള്ളത്, മിക്കവാറും അതേ ബാങ്കിലേക്ക് തന്നെയാണ് വരിക. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ പുതിയ ബാങ്ക് അക്കൗണ്ട്സ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല പ്ലാറ്റ്ഫോമുകളും NRIകൾക്ക് ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുള്ളൂ. പക്ഷേ സാധാരണ ഇന്ത്യക്കാരാണ് എന്നുണ്ടെങ്കിൽ പല ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. മനു എന്ന് പറഞ്ഞ പ്രേക്ഷകനാണ്, ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയ സമയമാണല്ലോ, മ്യൂച്വൽ ഫണ്ടിൽ ലംസമായി ഇടാൻ ടൈമായോ? മാർക്കറ്റ് ഡൗൺ ആണ് എന്നുള്ളത് സത്യം തന്നെയാണ്. ചെറുതായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതി ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റുകളിലുണ്ട്. ആ ഒരു സമയത്തെ നല്ല ഒരു നേട്ടത്തിനായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ലംസമായിട്ട് ഇടുന്നത് വലിയ എമൗണ്ട് ലംസമായിട്ട് ഇടുന്ന അത്ര നന്നാവില്ല. എങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു 20 ലക്ഷത്തിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഈ 5 ലക്ഷം രൂപയും ഒറ്റ ദിവസം കൊണ്ടിടുന്നതിന് നമ്മൾ ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുള്ള ഈ പൈസ നിങ്ങൾ ഓരോ ലക്ഷം രൂപ വെച്ച് 5 ഡിഫറെൻറ്റ് ടൈമുകളിലായിട്ട് 5 ഡിഫറെൻറ്റ് ദിവസങ്ങളിലായിട്ട് ഇടുക എന്നുള്ളതാണ്. അതിന് ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടെ ചിലപ്പോൾ മാർക്കറ്റ് താഴ്ന്നു വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ആവുകയാണെങ്കിൽ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ 3-4 തവണകളായിട്ട് നിങ്ങൾ വലിയ തുകകൾ നിക്ഷേപിക്കുക എന്നുള്ള സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള നിക്ഷേപ രീതിയായിരിക്കും ഈ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നല്ലത് എന്നുള്ളതാണ്. ശ്രീഷ്മ എന്ന് പറഞ്ഞ പ്രേക്ഷകയാണ് നമ്മളോട് അടുത്ത് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് സ്റ്റുഡൻ്റ് ആയ ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ട്, ബിഗിനേഴ്സിനെ പറ്റിയ പ്ലാറ്റ്ഫോം അപ്സ്റ്റോക്സ് ആണോ ഗ്രോ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റുഡൻസിന് മാത്രമല്ല, സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു ഈ ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ടൊക്കെ ആയിരിക്കും നന്നാവുക. അല്ലെങ്കിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ പോലുള്ള ഒരു ബാലൻസ് നിലനിർത്തുന്ന ഫണ്ടുകളും വലിയ റിസ്ക് ഇല്ലാത്ത തരത്തിലുള്ള ഫണ്ടുകളൊക്കെ ആയിരിക്കും നന്നാവുക. അതുകൊണ്ടാണ് ഇൻഡെക്സ് ഫണ്ടുകളും അല്ലെങ്കിൽ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടുകളും ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകളും ഒക്കെ ആളുകൾക്ക് തുടക്കക്കാർക്ക് നല്ലതാണ് എന്ന് പറയുന്നത്. തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെയാണ്. ഗ്രോ ആപ്പ് നല്ലതാണ്, അതുപോലെ സെറോദ പോലുള്ള പ്ലാറ്റ്ഫോമുകളും നല്ലതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ പോയാലും മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുമായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നിങ്ങളുടേതായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതിലെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.